എരിയല്ലേ എരിയല്ലേ എരിയോ? ആ സമയം കൊണ്ട് ഞാൻ മീനൊന്ന് വറക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിത് ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാനൊന്ന് ക്ലിനിക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഹലോ, അപ്പോൾ ഇന്നത്തെ ഇത് നമ്മുടെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ, ഒരു ലഞ്ച് വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം മതി ചെയ്തെടുക്കാനായിട്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സിമ്പിളായിട്ട് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തമായിട്ട് കാണാം. പിന്നെ നമ്മളൊരു കുഞ്ഞ് ഔട്ടിംഗ് ഒക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും, കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രീസറിൽ നിന്ന് മീൻ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. സ്രാവാണ്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി കട്ട് ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് സംഭവങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു കുഞ്ഞ് സ്പെഷ്യലി നമുക്ക് കിട്ടിയിട്ടുണ്ട്. താഴത്തെ വീട്ടിലെ താത്ത കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. ഇത് കപ്പ വെച്ചിട്ട് ചെയ്തിട്ടില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ മോളൂന് കൊടുത്തു, അവൾക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ സാമ്പാർ ഉണ്ടാക്കാനുള്ള പരിപ്പ് ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ സാമ്പാറിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസ് ഒന്നും അങ്ങനെ ചേർക്കുന്നില്ല, തക്കാളിയും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് ചെയ്തെടുക്കുന്ന ഒരു സാമ്പാറാണ്. അപ്പോൾ തുവരപ്പരിപ്പ് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് നന്നായിട്ട് കഴുകിയിട്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഡ്ലിക്കും അതുപോലെ തന്നെ ദോശയ്ക്കും ചോറിനും ഒക്കെ ഒരേപോലെ അടിപൊളിയായിട്ടുള്ളൊരു സാമ്പാറും കൂടിയാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 10-15 ചെറിയുള്ളി അങ്ങനെ തന്നെ ചേർത്തിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വലുപ്പമുള്ളതല്ല, ചെറിയൊരു വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ 4 അല്ലി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സാമ്പാർ പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവ് നമ്മൾ ഓൾറെഡി പച്ചമുളക് ചേർത്ത്, അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 3 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു 4 വിസിലോളം അടുപ്പിച്ചെടുക്കുക. അപ്പോഴേക്ക് നന്നായിട്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ സാമ്പാർ അവിടെ വേവാൻ വെച്ച സമയം കൊണ്ട് ഞാൻ മീനിൽ മസാല ഒന്ന് തേച്ച് വെക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം ഞാൻ ആദ്യമായിട്ടാണ് ഇട്ടൊരു സ്രാവ് വാങ്ങിക്കുന്നതും കട്ട് ചെയ്യുന്നതൊക്കെ, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പിടി ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ അതിൻ്റെ ചൂടൊക്കെ ആറണ്ടേ, അതിന് ശേഷം നമുക്ക് തുറന്നാൽ മതി. ആ സമയം കൊണ്ട് ഞാൻ മീനൊന്ന് വറക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് വലിയ മീനുകളൊന്നും കട്ട് ചെയ്യാൻ വലിയ പരിചയമില്ല. ചെമ്മീനും കൂന്തലൊക്കെയാണ് സാധാരണയായിട്ട് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ എന്തായാലും ഇത് നമ്മളിത് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓൾറെഡി ഉള്ള കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ കേട്ടോ, അത് ഞാനൊന്ന് കഴുകി വെക്കുന്നുണ്ട്. എല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ മോള് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ പിന്നെ എല്ലാം കൂടെ ഒരുമിച്ച് കഴുകൽ നടക്കില്ല. അപ്പോൾ ഞാൻ വേഗം 1-2 പാത്രം ഉണ്ടാകുമ്പോൾ തന്നെ ഞാൻ മാക്സിമം കഴുകാൻ നോക്കലുണ്ട്. അത്രയും വയ്യെങ്കിൽ മാത്രമേ ഞാൻ എടുത്ത് വെക്കലുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കില്ല. പിന്നെ നമുക്ക് വാളംപുളി വേണം കേട്ടോ. ഞാൻ ഇവിടെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ വാളംപുളി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് നമുക്ക് പിഴിഞ്ഞിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ കഴിവെച്ചിട്ട് ഞാനൊന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഥവാ പരിപ്പിൽ വെള്ളം നല്ല കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഇത് നന്നായിട്ട് മിക്സായിട്ട് ഞാൻ കുറച്ച് കുറുകിയ രീതിയിലാണ് കേട്ടോ എടുക്കുക. നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും എടുക്കാം. അത് ഓരോരുത്തരുടെ പാകത്തിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ പിന്നെ ഉപ്പൊന്നും ചേർക്കുന്നില്ല.
അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ മീൻ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സാമ്പാറിൽ കുറച്ച് മല്ലിയിലയാണ്. ഞാൻ കൂടുതൽ ഇടുന്നില്ല, ഇവിടെ എല്ലാവർക്കും ഒന്നും മല്ലിയില വലിയ ഇഷ്ടമില്ല, അപ്പോൾ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും താളിച്ചിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മോള് നല്ല ഉറക്കമായിരുന്നു കേട്ടോ, ഞാൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് ഇവിടുത്തെ യുദ്ധം തുടങ്ങുന്നത്. ഒരു കാര്യം ചെയ്യാൻ അവൾ സമ്മതിക്കൂല, ഭയങ്കര വികൃതിയാണ് കേട്ടോ. ഇപ്പം ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ സ്പീഡിൽ ഇങ്ങനെ ഓട്ടമൊക്കെ തുടങ്ങിയ സമയമാണ്. എന്തായാലും എടുത്ത് ഇങ്ങനെ എറിയുക, വലിച്ച് താഴെ ഇടുക, ടേബിളിൻ്റെ പൊക്കത്ത് നിന്ന് എന്തെങ്കിലും എടുത്ത് താഴെ ഇടുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടി. അതുപോലെ തന്നെ കുക്ക് ചെയ്യാനൊന്നും സമ്മതിക്കില്ല കേട്ടോ, മിക്കപ്പോഴും കരച്ചിലായിരിക്കും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് നേരം ഞാൻ ടോയ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഇരിക്കും, പിന്നെ വീണ്ടും ഇതിൻ്റെ മേലെ കയറും. ഇതൊക്കെയാണ് ഇവിടുത്തെ കലാപരിപാടികൾ. അവൾ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ പണിയൊന്നും നടക്കൂല. അവിടെ വെച്ച് നമുക്ക് പപ്പു ഉണ്ടാക്കാം നമുക്ക്. എന്താ ചെയ്തേ? എവിടെ വെണ്ടയ്ക്ക? എവിടെ? ആടെ താഴെ ഇട്ടെ, എടുത്ത് കളയല്ലേ. എരിയല്ലേ എരിയോ? അടി അതിനോ അടി കിട്ടോ? അടി കിട്ടൂട്ടോ അതിനോ? അടി. അവൾ ഇരുത്തിക്കൊണ്ട് വെണ്ടയ്ക്ക് കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഒരു തരത്തിൽ അവൾ സമ്മതിച്ചില്ല കേട്ടോ. അത് കട്ട് ചെയ്തതും കൂടെ അവൾ കൈവച്ചിട്ട് ഫുള്ള് തട്ടിക്കളഞ്ഞു. താഴെ ഇറക്കിയതിന് കരച്ചിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം പകുതി ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ എണീറ്റിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ മിക്ക ദിവസം ഇങ്ങനെ തന്നെയാണ്, രാവിലെ കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ നല്ല പഴുത്ത നേന്ത്രപ്പഴം ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൾ ഒന്നും കഴിക്കാത്ത ദിവസം ആകെ കഴിക്കുന്നത് ചിലപ്പോൾ അതായിരിക്കും കേട്ടോ. അത് വലിയ കുഴപ്പമില്ലാണ്ട് ഇഷ്ടമാണ് ആൾക്ക്. അപ്പോൾ എന്തായാലും ഞാൻ ബാൽക്കണിയിൽ പോയി ഇരുന്നിട്ട് അവളെ അതൊന്ന് കഴിപ്പിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഏകദേശം ഒരു പകുതിയോളം അവൾ കഴിച്ചു. കാരണം നല്ല വിശക്കുണ്ടാവും, രാത്രിയും കഴിക്കാതെയാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. പാല് കൂടിയാണ് ഇപ്പോൾ മെയിൻ പരിപാടി. ഭക്ഷണം ഭയങ്കര കുറവും പാല് ഭയങ്കര കുടിക്കലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിപ്പിക്കാൻ നല്ല പാടാണ്. അപ്പോൾ അവൾ ഭക്ഷണം കഴിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നിട്ട് വെണ്ടയ്ക്ക ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും അതിന് ശ്രദ്ധിക്കാതെ വെള്ളമൊക്കെ ഫുള്ള് പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടിത്തെറിയാണ് മൊത്തം അടുക്കളയിൽ. പെട്ടെന്ന് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക പോലും ചെയ്യൂല. ഈ കുട്ടികളുണ്ടാകുന്നവരുടെ മെയിൻ പ്രശ്നം ഇതൊക്കെ ആയിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് പണി ചെയ്ത് തീർത്തിട്ട് വേഗം ഒന്ന് അടുക്കളയിൽ നിന്ന് ഓടാമെന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് വേഗം വെണ്ടയ്ക്കേൻ്റെ പരിപാടി ഇത് സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റാഗിയുടെ സേമിയ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അതിൻ്റെ പുട്ടാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. എനിക്ക് ചോറ് കഴിക്കുന്നതിനേക്കാൾ ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നത്. റാഗി അല്ലെങ്കിൽ ഗോതമ്പ് ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. അത് മാത്രമല്ല 65 കിലോ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ 70 കിലോ ആയിട്ടുണ്ട്. കുറേ നാളായിട്ട് ഞാനിപ്പോൾ ഡയറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും തുടങ്ങാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതേ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ എനിക്കിഷ്ടമുള്ള എല്ലാ ഭക്ഷണങ്ങളും നന്നായിട്ട് കഴിക്കും. ചോറൊക്കെ കുറച്ചിട്ട് പിന്നെ ഇതുപോലെ പുട്ടൊക്കെ കഴിക്കും. അങ്ങനെയാണ് കേട്ടോ ഞാൻ വണ്ണം കുറക്കാറുള്ളത് സാധാരണ. അപ്പോൾ ഞാനിത് തേങ്ങയൊക്കെ ഇട്ട് ഈ സേമിയ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും, കുറേ സമയമൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ പുട്ട് ഇതേ ഇവിടെ സെറ്റായിട്ടുണ്ട്, ആവിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള സാമ്പാർ ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ പുട്ടൊക്കെ കഴിക്കുന്ന സമയത്ത് കറികൾ കുറച്ച് കൂടുതൽ എടുക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വയറ് നിറയുമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ബാൽക്കണിയിൽ പോയിരുന്ന് കഴിക്കുക. ഇവിടെ കൂടുതൽ നമ്മൾ ടേബിളിൽ ഇരുന്ന് കഴിക്കലൊക്കെ ഭയങ്കര കുറവാണ് കേട്ടോ. ബാൽക്കണിയിൽ ഇരുന്നാണ് കഴിക്കുക. ഫ്ലാറ്റിലായതുകൊണ്ട് ആകെ പുറലോകമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അവിടെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ ഇരുന്ന് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഞാനിതേ മോളും ഉണ്ട്, ഒരുമിച്ച് തന്നെ അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ കയറുമ്പോൾ മാത്രമേ അവൾക്ക് പ്രശ്നമുള്ളൂ, അല്ലാത്തപ്പോൾ അവൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞാനൊന്ന് ക്ലിനിക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. കുറച്ച് വർക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഇതേ അവൾ വണ്ടി കയറി കഴിഞ്ഞാൽ കെട്ടിയവൻ്റെ മടിയിൽ നിന്ന് അനങ്ങൂല. കാരണം അവൾക്ക് സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ചിങ്ങനെ കറക്കാനും അവിടെ ഇവിടെയൊക്കെ ടച്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതേ നമ്മൾ ക്ലിനിക്കിലേക്ക് പോവാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ആളെ നോക്കേ വേണ്ട, വലിച്ചിടാൻ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഭയങ്കര ബിസി ആയിരിക്കും. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇതെല്ലാം കൂടെ വാരിപ്പെറുക്കി ഒതുക്കി വെക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കൂട്ടാതെ വരാൻ പറ്റില്ലല്ലോ, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിട്ടില്ല കേട്ടോ. നമ്മളപ്പോൾ തിരൂരിലെ ലില്ലീസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഗ്രിൽ ചിക്കനും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വാപ്പാൻ്റെ വക പൈസ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്പ മിക്കപ്പോഴും ഒരാഴ്ചയിൽ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ നമുക്ക് കുറച്ച് പൈസയൊക്കെ ഇട്ട് തരും പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത് വാപ്പാൻ്റെ ഒരു സന്തോഷം. അപ്പോൾ അങ്ങനെ പൈസ ഇട്ട് തന്നപ്പോൾ നമ്മൾ ഇതേ മോനുവിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നേക്കണം. അവനും ഇഷ്ടമാണ് ഗ്രിൽ ചിക്കനൊക്കെ കഴിക്കാൻ. അപ്പോൾ അതേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇവിടുത്തെ ഗ്രിൽ ചിക്കൻ. നല്ല ചൂട് ഗ്രിൽ ചിക്കനും ബട്ടർ നാനും പൊറോട്ടയൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇവിടുത്തെ ചായ. ഷവർമ അത്ര രസമുള്ള ഷവർമയൊന്നും അല്ല, ഇതിനേക്കാൾ അടിപൊളി ഷവർമ വേറെ സ്ഥലത്ത് കിട്ടാറുണ്ട്. അപ്പോൾ ചായ മസ്റ്റായിട്ട് ഇവിടുന്ന് കുടിക്കേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ, അത്ര ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിത് ഫുഡ് കഴിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ അതൊന്നും കാണിക്കാൻ പറ്റിയില്ല, മക്കളെ കഴിപ്പിക്കലൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ കൊടുത്ത് നമ്മൾ പുറത്തിറങ്ങാൻ നേരത്തെ കുറച്ചും കൂടെ പൈസ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ വാപ്പ ഇട്ടെന്ന്. അപ്പോൾ പിന്നെ അവൻ ഐസ്ക്രീം കുറേ നാൾ ഐസ്ക്രീം വാങ്ങിക്കാൻ പറയുന്നത്, പനിയൊക്കെ ആയതുകൊണ്ട് കുറേ നാളാണ് 1-2 മാസത്തോളമായിട്ട് ഐസ്ക്രീം വാങ്ങിക്കൽ തന്നെ ഇല്ല. അപ്പോൾ എന്തായാലും ഇത് അവൻ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ വെച്ചാൽ ചോക്ലേറ്റ് ഫ്ലേവറാണ് കേട്ടോ അവന് ഇഷ്ടം. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പോണ വഴിക്ക് കുറച്ച് മീനും കൂടെ വാങ്ങിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ റോഡ് സൈഡിലുള്ള മീൻ കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് പൊതുവേ നമ്മൾ മീൻ വാങ്ങിക്കാറുള്ളത്. അതൊക്കെ വാങ്ങി നമ്മളിത് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ സാമ്പാറിൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.